ഈ രാവിലെ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിനാണ് സ്തോത്രം. യേശു സാധാരണ പറയാറുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അവസാന നാളിൽ നടക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് പിതാവിനെ അവൻ അറിയാമായിരുന്നു, ഭാവിയെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു, മനുഷ്യനെ അവൻ്റെ പാപത്തെപ്പറ്റി അവൻ അറിയാമായിരുന്നു. ഇതെല്ലാം അവൻ അറിഞ്ഞിരുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് പറയേണ്ടത് പ്രധാന കാര്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഏതൊരു പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ പുതിയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കൺകോർഡൻസ് ഉപയോഗിച്ച് നരകം എന്ന വാക്ക് പരിശോധിച്ചാൽ യേശുവാണ് മറ്റാരേക്കാൾ കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞതെന്നും കാണാൻ കഴിയും. എന്തുകൊണ്ടാണത്? കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട്. മറ്റാരേക്കാളും കൂടുതൽ നരകത്തിൻ്റെ യാഥാർത്ഥ്യം അവൻ അറിയാമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള 99% വിശ്വാസികളും CFCയിലുള്ള വിശ്വാസികൾ ഉൾപ്പെടെ ഗൗരവമായിട്ട് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അവരൊരിക്കലും അവിടെ പോകില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം അവർ CFC വരുന്നു, എപ്പോഴോ കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് അവർ പറഞ്ഞു. എൻ്റെ വാക്കുകൾ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക. ഞാൻ പറയും ആരാ നരകത്തിൽ പോകുന്നതെന്ന്. പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ ഏത് സഭയിൽ പോകുന്നില്ല, CFCയിലോ എവിടെ തന്നെ പോയാലും. അതുപോലെ തങ്ങളുടെ പാപത്തെ പാപമെന്ന് അംഗീകരിക്കാത്ത ആളുകളും. പാപത്തെ നിങ്ങൾ ബലഹീനത എന്നാണ് വിളിക്കുന്നതെങ്കിൽ, എൻ്റെ ഒരു ബലഹീനതയാണ്, ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, അങ്ങനെ ഞാൻ കോപിക്കും. ശരി, ഇത് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. യേശു നിങ്ങളുടെ ബലഹീനതയ്ക്ക് വേണ്ടിയല്ല മരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും അത് ശുദ്ധീകരിക്കപ്പെടില്ല. കാരണം ബലഹീനത എന്നാണ് നീ എന്നെ വിളിക്കുന്നത്. അതിനെ പാപമെന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തത്? കാരണം അതിൻ്റെ കുറ്റം ഏറ്റെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പറയാം അതെൻ്റെ സ്വഭാവമാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ ഞാൻ പെട്ടെന്ന് കോപിക്കും എൻ്റെ ഭാര്യയോടും മറ്റും. ശരി, കോപം ശുദ്ധീകരിക്കപ്പെടത്തില്ല, ശുദ്ധീകരിക്കപ്പെടുന്ന പാപമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനെയൊക്കെ പാപമെന്ന് വിളിക്കുന്നില്ലയോ അതൊരിക്കലും ശുദ്ധീകരിക്കപ്പെടില്ല. അവസാന നാളിൽ ആ പാപത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് അതിനെ പാപമെന്ന് വിളിക്കുക. നിങ്ങളതിനെ പാപമെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ അത് ചെയ്യില്ലെന്ന് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, നീ അതിന് ക്ഷമ ചോദിക്കണം. ആർക്കെതിരെയാണ് ചെയ്ത് അവനോട്, അത് മറ്റൊരാളെ മുറിപ്പെടുത്തെങ്കിൽ. അതൊരു രഹസ്യപാപമാണെങ്കിൽ, ഉദാഹരണത്തിന് രഹസ്യമായിട്ട് നിങ്ങളൊരു അശ്ലീല ചിത്രം കാണുന്നു, ആളുകൾ രഹസ്യമാണെന്ന് പറയുന്നത്, എന്നാൽ അത് രഹസ്യമല്ല. കാരണം നിങ്ങളുടെ തലയ്ക്ക് മീതെ കൂടെ അനേകം ഭൂതങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് അശുദ്ധാത്മാക്കൾ നിൻ്റെ തലയ്ക്ക് മീതെ കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ പോലെ അശുദ്ധാത്മാക്കൾക്ക് അധികം സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അനേക അശുദ്ധാത്മാക്കൾക്ക് നിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. നിങ്ങൾ കാണുന്ന അശ്ലീല ചിത്രം. എന്നിട്ട് അവർ ദൈവത്തോട് പറയും, പിശാച് കുറ്റപ്പെടുത്തുന്നതാണ്, ഈ ഭൂതങ്ങളും അങ്ങനെ തന്നെയാണ്. അവർ ചോദിക്കും, ദൈവമേ നീ ഇവനെ കാണുന്നുണ്ടോ? അവൻ പോകുന്നത് CFCയിലാണ്, വിശുദ്ധനാണെന്ന് അവകാശപ്പെടുന്നവൻ. ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കണ്ടോ? ദൈവം പറയും, നീ പറയുന്നത് ശരിയാണ്, അവൻ നരകത്തിലേക്കുള്ള വഴിയിലാണ്. എന്നാൽ അവൻ സ്വയം അതറിയുന്നില്ല. അവൻ പറയുന്നത് അത് ബലഹീനതയാണെന്നാണ്. എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് പോലും രക്ഷ തിരഞ്ഞെടുക്കുകയും അതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെ മാത്രമേ യേശുവിന് പോലും രക്ഷിക്കാൻ കഴിയൂ. യേശു എല്ലാവരെയും രക്ഷിച്ചാൽ, അതിന് ആഗ്രഹമില്ലാത്തവരെയും രക്ഷിച്ചാൽ ആരും നരകത്തിലേക്ക് പോവുകയില്ല. കാരണം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ ലോകത്തിലുള്ള എല്ലാവരെയും അവൻ എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത്? അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 99% ആളുകൾ നരകത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് തങ്ങളെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നതിൽ 99% നരകത്തിലേക്ക് പോകുന്നത്? ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഞാൻ ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്.
അവർ നരകത്തിലേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുകൊണ്ടല്ല. കാരണം അവർ പാപത്തെ പാപമെന്ന് വിളിക്കുന്നില്ല. അല്ലെങ്കിൽ അത് പാപമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടും അതിൽ നിന്ന് അവർ തിരിയുന്നില്ല. അത് വിട്ടുകളയാൻ ശ്രമിക്കുന്നേ ഇല്ല. കുറഞ്ഞ പക്ഷം നിങ്ങളത് വിട്ടുകളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് കാണും. ഓ, ഇവൻ ഇത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നു, അവന് പാപം ചെയ്യാൻ ആഗ്രഹമില്ല. ദൈവം അതിനെ പുകഴ്ത്തും. നിനക്കതിന് ആഗ്രഹമില്ലെങ്കിൽ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നീ അശ്ലീല ചിത്രം കാണുമ്പോൾ നീ അത് കാണാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ആരും നിർബന്ധിച്ചില്ല. ആഗ്രഹമുണ്ടോയെന്നാണ് ദൈവം നോക്കുന്നത്. ശരി, ദൈവം എല്ലാവർക്കും ഒരു സ്വതന്ത്ര ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്. നീ ചെയ്യുന്നത് നിന്റെ തിരഞ്ഞെടുപ്പാണ്. നീ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതാണ് തീരുമാനിക്കുക നീ എവിടെ പോകുമെന്ന്. അതുകൊണ്ട് മത്തായി 10-ാം അധ്യായത്തിൽ പറയുന്ന ഈ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവവചനം പ്രസംഗിക്കാനായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞുവിടുന്ന സമയത്ത് ഇന്നും യേശു തൻ്റെ ദാസന്മാരെ അങ്ങനെയാണ് പറഞ്ഞുവിടുന്നത്. ദൈവം എന്നെ ഇത് പ്രസംഗിക്കാനായിട്ട് അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ യേശു എങ്ങനെ പറഞ്ഞയച്ചോ അതുപോലെ തന്നെ എല്ലാവരെയും പ്രസംഗിക്കാനല്ല വിളിച്ചിരിക്കുന്നു. എല്ലാവരെയും അങ്ങനെ അയച്ചതുമല്ല. എന്നെ വിളിച്ചത് എനിക്കറിയാം. യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പം ഇപ്രകാരമാണ് പോകേണ്ടത്. മത്തായി 10:12. ഒരു വീട്ടിൽ ചെല്ലുമ്പം അതിന് വന്ദനം പറവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. കാരണം ചില വീട്ടിൽ കർത്താവിൻ്റെ ദാസന്മാരെ കൈക്കൊള്ളത്തില്ല, ചില വീട്ടിൽ കൈക്കൊള്ളും. പല ക്രിസ്തീയ കുടുംബങ്ങളും എന്നെ കൈക്കൊള്ളാറില്ല. ശരി, അവരെന്നോടല്ല ഉത്തരം പറയേണ്ടത്. എന്നാൽ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെ ഇരുന്നാൽ, നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ, ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ഇത് കേൾക്കുക. ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾ ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും ഗോമോര്യരുടെയും ദേശത്തിന് സഹിക്കാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അല്ലെങ്കിൽ ആ വീടിന് യഥാർത്ഥ ദൈവവചനവുമായി വന്ന ഒരു യഥാർത്ഥ ദൈവഭക്തനെ അവർ തള്ളിക്കളയുകയായിരുന്നു. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഞാൻ സമ്മതിക്കുന്നു, വളരെ വളരെ കുറച്ച് യഥാർത്ഥ ദൈവഭക്തന്മാരെ ഈ ലോകത്തിലുള്ളൂ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ദൈവമാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നത് തിരസ്കരിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. സോദോം ഗോമോറയിൽ ജീവിച്ചിരുന്ന ആളുകളെ ദൈവം ന്യായം വിധിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ദൈവം അവരെ ന്യായം വിധിക്കും. അവനൊരു യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ അവൻ അവൻ്റെ വാക്കുകളല്ല ദൈവവചനമായിരിക്കും പറയുന്നത്. ദൈവവചനത്തിൽ നിന്ന് കാണിക്കാത്ത ഒരാളെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഒരു വാക്യമെടുത്ത ശേഷം ബാക്കി അവൻ സംസാരിക്കുന്ന ഒരു സമയത്തും ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളെ കാണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ ഒരിക്കലും കേൾക്കുകയില്ല. അവൻ അവൻ്റെ ആശയമാണ് പറയുന്നത്. വഞ്ചിക്കപ്പെടരുത്. അവനെ കർത്താവിൻ്റെ ദാസെന്ന് പറഞ്ഞാലും. കാരണം ദൈവവചനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വാക്കുകളല്ല.